ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. കഴിഞ്ഞ ദിവസം ഡെലോയിറ്റിൻ്റെ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ക്ലബ്ബുകളുടെ ലിസ്റ്റ് വന്നു ഗൈസ്. അപ്പോൾ അതിനകത്ത് റയൽ മാഡ്രിഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ള 1 ബില്യൺ റവന്യൂ, റെക്കോർഡ് റവന്യൂ ആയിട്ട് ബാക്ക് ടു ബാക്ക് 2 വർഷങ്ങളിൽ 1 ബില്യണിന് മുകളിൽ റവന്യൂ ആയിട്ട് റയൽ മാഡ്രിഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാമത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഹൗസ് ഓഫ് എവരിത്തിങ് ചാനൽ എന്ത് പറ്റി, അതിലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ചാനൽ ഞാൻ വേറെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഹൗസ് ഓഫ് എവരിത്തിങ്ങിന് പകരം അത് ലോഞ്ച് ചെയ്തെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൻസിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആ ചാനൽ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. റയൽ മാഡ്രിഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്, 1.045 ബില്യൺ എന്ന് പറയുന്ന വലിയ തുക. രണ്ടാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്, 837 ബില്യൺ ആണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉള്ളത്. പക്ഷേ അത് എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയലും മാൻ സിറ്റിയും തമ്മിലുള്ള ആ ഒരു ഹ്യൂജ് ഗ്യാപ്പാണ്. ഏതാണ്ട് 230 മില്യൺ എന്ന് പറയുന്ന വലിയൊരു തുകയുടെ ഒരു ഗ്യാപ്പ് തന്നെ റയലിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വേറൊന്നുമല്ല, റയലിന് കഴിഞ്ഞ സീസണിൽ ലാ ലീഗ് അടിക്കാൻ സാധിച്ചു, ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഇൻകം, കൊമേഴ്ഷ്യൽ ഡീൽസ് മാത്രമല്ല, സാന്റിയാഗോ ബെർണബൂയുടെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ഇൻകം, ഇപ്പോൾ പല ഈവൻസും അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ റയലിന് ഒത്തിരി എക്സ്ട്രാ റവന്യൂ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഓവറോൾ ഇൻകം നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ക്ലബ്ബ് എന്ന് പറയുന്നത് PSG ആണ്. 805 ബില്യൺ ആണ് PSG റവന്യൂ. അതുപോലെ 4-ാം സ്ഥാനത്ത് മാൻ യുണൈറ്റഡ് ഉണ്ട്, 5-ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്, പിന്നെ ബാർസലോണ, ആഴ്സണൽ, ലിവർപൂൾ, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിനേക്കാളും വരുമാനം ടോട്ടനത്തിനുണ്ട് എന്നുള്ളതാണ്. 9-ാം സ്ഥാനത്ത് ടോട്ടനവും 10-ാം സ്ഥാനത്ത് ചെൽസി ആണെന്നുള്ളതാണ്. പക്ഷേ ഈ പൈസയൊക്കെ ടോട്ടനം എന്ത് ചെയ്യുന്നു എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ അവർ പ്രീമിയർ ലീഗ് ടേബിളിലേക്ക് നോക്കിയാൽ മതി. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഒക്കെ അവർക്ക് യാതൊരു രീതിയിലും സക്സസ്ഫുൾ അല്ല, എന്നിട്ടും അവർ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് ചില ഓഡ് സിനാരിയോസിനെ കുറിച്ച് പറയാം. മാൻ യുണൈറ്റഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ റീസെൻ്റ്ലി ഒന്നും മേജർ ടൈറ്റിലുകളോ ട്രോഫികളോ ഒന്നും അടിക്കാത്ത ക്ലബ്ബാണ്. പ്രീമിയർ ലീഗ് അടിച്ചിട്ടില്ല, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ല. പക്ഷേ യുണൈറ്റഡ് സ്റ്റിൽ ദേ ആർ മേക്കിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് മണി. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, യുണൈറ്റഡിൻ്റെ ആ ഒരു കൊമേഴ്ഷ്യൽ അപ്പീൽ തന്നെയാണ്. സക്സസ് ഇല്ലെങ്കിലും യുണൈറ്റഡ് ഇത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ കേസ് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ എവിടെ കിടക്കേണ്ട ക്ലബ്ബാണെന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. സ്റ്റേഡിയം പോക്കാണ്, സക്സസ് ഇല്ല, പ്ലേയേഴ്സ് മോശമാണ്, എന്നിട്ട് പോലും യുണൈറ്റഡിന് ഇത്രയൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ ഇതിനകത്തൊരു മറ്റൊരു ഫാക്റ്റ് തോന്നിയ കാര്യം PSG എങ്ങനെ ഇതിനകത്തേക്ക് സ്നീക്ക് ഇൻ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ സിറ്റിയും PSG രണ്ടുപേരും നമുക്കറിയാം ഓയിൽ ക്ലബ്ബുകളാണ്. ഇപ്പോൾ അവരുടെ സ്പോൺസർഷിപ്പ് ഡീലും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവരുടെ തന്നെ ആൾക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്ന ക്ലബ്ബുകളാണ്. ഈവൻ ദോ മാൻ സിറ്റിക്ക് ആണെങ്കിൽ ഓൺ ഫീൽഡ് സക്സസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രബിളും കാര്യങ്ങളൊക്കെ റീസെൻ്റ്ലിയൊക്കെ അവർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മാൻ സിറ്റിയുടെ കാര്യം നമുക്കത് പിന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ PSG അവർ ഒത്തിരി സൈനിങ്സ് എല്ലാ സീസണിലും നടത്താറുണ്ട്. ഈ പറയുന്ന പോലെ അത്ര വലിയ കൊമേഴ്ഷ്യൽ അപ്പീലുള്ള ടീമാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അധികം സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല, പക്ഷേ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എന്തായിരിക്കുമോ ഇവർ ചെയ്യുന്നത്, അതൊരു ചോദ്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പം എന്തായാലും ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മാച്ച് ഡേ റവന്യൂയുടെ കാര്യമൊക്കെ ഡെലോയിറ്റ് പുറത്തേക്ക് വിട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് റയൽ മാഡ്രിഡ് ആണ്, 2-ാം സ്ഥാനത്ത് PSG ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ PSG ഒത്തിരി മാച്ച് ഡേ ഇൻകം ഉണ്ട്. അപ്പോൾ അതായത് അവരൊത്തിരി പൈസ ടിക്കറ്റ് സെയിൽസിൽ നിന്നും അതുപോലെ മറ്റ് മെർച്ചൻഡൈസ് സെയിൽസിൽ നിന്നൊക്കെ അവർ നേടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3-ാം സ്ഥാനത്ത് ആഴ്സണലുണ്ട്, 4-ാം സ്ഥാനത്ത് യുണൈറ്റഡ് ഉണ്ട്. ഇപ്പോൾ ആഴ്സണലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ സീസൺ ടിക്കറ്റ് ചാർജ് ചെയ്യുന്ന ക്ലബ്ബുകളിലൊന്നാണ് ആഴ്സണൽ. യുണൈറ്റഡ് ആണെങ്കിലും ഈ പറയുന്ന പോലെ വലിയൊരു സ്റ്റേഡിയം ഉള്ളതുകൊണ്ട് തന്നെ യുണൈറ്റഡിന് ഒത്തിരി ഇൻകം അവിടെ നിന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഇൻകം, അതിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കൊമേഴ്ഷ്യൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേഴ്സി വിൽക്കുക അല്ലെങ്കിൽ മറ്റ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെയുള്ള ഇൻകത്തിലും റയൽ മാഡ്രിഡ് തന്നെയാണ് 1-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ അതിനകത്ത് ബയൺ മ്യൂണിക് 2-ാം സ്ഥാനത്തുണ്ട്. ബയൺ കാര്യമായിട്ട് എന്തൊക്കെയോ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അഡിഡാസുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കുറേ നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു യൂട്യൂബ് ചാനലൊരു വീഡിയോ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാർസലോണ 3-ാം സ്ഥാനത്തുണ്ട്, മാൻ സിറ്റി, PSG, യുണൈറ്റഡ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് 1-ാം സ്ഥാനത്തുള്ളത്, 2-ാമതുള്ള റയൽ മാഡ്രിഡ് ആണ്, ആഴ്സണൽ, യുണൈറ്റഡ്, PSG, ലിവർപൂൾ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ മാൻ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും പലപ്പോഴും അവർ വലിയ രീതിയിൽ മുന്നേറുന്നൊരു ടീമായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ബ്രോഡ്കാസ്റ്റ് ഇൻകം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്ലോബലി
ഒരു അപ്പീൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ കാലഘട്ടം കൊണ്ട് സാധിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി വിത്ത് ഹാലൻഡ് ആൻഡ് അതർ പ്ലേയേഴ്സ് ലൈക്ക് ഡി ബ്രോയ്ന, റോഡ്രി. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.